പഞ്ചായത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒരു ഫണ്ട് ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ദൂരം വരെ കാണാൻ വ്യൂ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ഡീൻ കുര്യാക്കോസ് ആണ്. അവരത് അഡ്മിറ്റ് ചെയ്തില്ല. ഞങ്ങൾ 1 പ്രാവശ്യം കൊടുത്തതാണ്, അവരത് അഡ്മിറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് സാറിനോട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. ഈ പ്രോജക്ട് ഞാനൊന്ന് ഈ അപേക്ഷ സ്ഥലത്ത് കൊടുക്കോ അല്ല എന്തെങ്കിലും ഒന്ന് പറ. ഇത് കേരള സർക്കാർ നിശ്ചയിച്ച് ഒരു പ്രോജക്റ്റ് ആക്കി ഫീസിബിലിറ്റി അല്ലെ, അതിനെന്താ പറയുന്നത്, ഇതിന്റെ പ്രായോഗികത മാത്രമല്ല, ഇതിനകത്തുനിന്ന് വരുമാനം ഉറപ്പ്, ഇതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് നഷ്ടം വരില്ല, ഇതിന്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു 10 ഇരട്ടി നമുക്ക് തിരിച്ചു കൊണ്ടെടുക്കാൻ സാധിക്കും, സസ്റ്റൈനബിൾ ടൂറിസം. ഇപ്പോഴത്തെ പുതിയ ടൂറിസം ട്രെൻഡുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ഏത് സർക്കാരായാലും, അതിന് BJP ഭരിക്കുന്ന സർക്കാരായാലും ശരി തന്നെ നമ്മൾ തള്ളും. അത് ഫീസിബിലിറ്റി സ്റ്റഡി, അതാണ് ഫൈനൽ പാരാമീറ്റർ ഫീസിബിലിറ്റി. അല്ലാതെ ഇതിനകത്ത് പിന്നെ ഓരോ സോണുകളുണ്ട്. ഡൈല്യൂഷൻ നേരിടാൻ പോകുന്ന സോൺ, പിന്നെ അതിന്റെ ബഫർ സോൺ, അതെ. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. എത്ര ഹോം സ്റ്റേസ് ഉണ്ട് അവിടെ? യഥാർത്ഥമായ കണക്കില്ല, എങ്കിലും വാഗമൺ ഭാഗത്തൊക്കെ ഒരുപാട് ഹോം സ്റ്റേസുകളുണ്ട്. ഈ നാട്ടിൽ ഹോം സ്റ്റേസുകൾ ആയി വരുന്നതുകൊണ്ട്, പക്ഷെ ഫാം സ്റ്റേക്കുള്ള വളരെ അനന്തമായ സാധ്യതകളുണ്ട്. ഒരുപാട് റബ്ബർത്തോട്ടങ്ങളും മറ്റു കൃഷിയിടങ്ങളും ഉണ്ട്. അവിടെയൊക്കെ പഴയ പല ഈ പ്രദേശങ്ങളിൽ അങ്ങനെ നിർമ്മാണത്തിന് പ്രശ്നങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ഇതിനകത്ത് പങ്കുചേരാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് സംരംഭകരായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അവര് കണ്ടു പറയണം, മുദ്രാ ലോൺ ഇപ്പൊ 20 ലക്ഷം, അത് 10 ലക്ഷം എടുത്ത് പൂർണ്ണമായിട്ടും തിരിച്ചടച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അടുത്ത 10 ലക്ഷം. ഒരു 2 മുറി അവരുടെ നിലവിലുള്ള വീടിനോട് ചേർത്ത് ഒരു 3 സ്റ്റാർ ഫെസിലിറ്റിയോടുകൂടി പണിത് വെച്ചാൽ നമുക്ക് അതിനകത്തേക്ക്, അല്ലാതെ 300 മുറിയുള്ള ഒരു ഹോട്ടൽ വരികയെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എന്താണ്, നാശത്തിലേക്ക് പോകുന്ന ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാനൊക്കത്തില്ല. ആ 300 റൂമിനുള്ള ഇലക്ട്രിസിറ്റി, ആ 300 റൂമിനുള്ള ജലം, അവർ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ബ്രീതിങ് സ്പേസ്, മറ്റ് ഫയർ ആയാലും ഹെൽത്ത് ആയാലും അങ്ങനെയുള്ള എല്ലാ ലഭ്യതകളും എത്തിക്കുന്നത് വലിയ പ്രയാസമായിരിക്കും. പക്ഷെ ഇത് നമ്മൾ വികേന്ദ്രീകരിച്ച് ഓരോ വീട്ടിലും ഒരു 1000 ടൂറിസ്റ്റ് വരുന്നത് 500 വീടുകളിലായിട്ട് ഈ 2 പേരെ അല്ലെങ്കിൽ 4 പേരെ വെച്ച് 250 വീടുകളിലായിട്ട് നമുക്കിതിന് ഒന്നിങ്ങനെ വിതരണം ചെയ്ത് കൊണ്ടുപോകുവാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഫലവത്തായ ഒരു ഓപ്പറേഷണൽ രീതി. അതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഉത്തരാഖണ്ഡിലൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു വീണിട്ട് ഉരുൾപൊട്ടലിലും വെള്ളമൊഴുക്കിലും ഒക്കെ പോയിട്ട് ഇപ്പൊ അവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ട് വരുന്നത് ഹോം സ്റ്റേസ് ആണ്. ഇപ്പം മെനിഞ്ഞാന്ന് വേൾഡ് ടൂറിസം ഡേയിലും അവതരിപ്പിച്ച പ്രബന്ധത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ചത് തന്നെ ഹോം സ്റ്റേസ് ഉണ്ടാക്കുന്ന ലാഭം മാത്രമല്ല, അത് ഒരിക്കലും സൃഷ്ടിക്കാത്ത പ്രകൃതി വിരുദ്ധത എന്ന് പറയുന്നത് ശ്ലാഘനീയമാണ്. എടുത്തിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് മാർക്സിസ്റ്റുകാർക്കും കൊടുക്കണം, കോൺഗ്രസുകാർക്കും കൊടുക്കണം. നമ്മുടെ നയം അതാണ്. കാരണം അവരും ജനമാണ്, അവരും പ്രജകളാണ്. ഏറ്റെടുക്കിയ വിഷയം പ്രധാനമന്ത്രിക്ക് അപേക്ഷ അയച്ചു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു കത്ത് എനിക്ക് അയച്ചു, മുഖ്യമന്ത്രി നിങ്ങൾ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ട്, ഫണ്ടില്ല, ഫണ്ട് ഉണ്ടാകുന്ന കാലത്ത് ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കൊരു കത്ത് അയച്ചു.
ഇന്ന് ഇതിന് എത്ര സംഭവം? 20 വീട്ടുകാരുണ്ട്. അവർക്കൊരു കക്കൂസ് ഇല്ല. ഒരു വയോജനങ്ങൾക്ക് കൊടുക്കുന്ന കട്ടില് പോലും അവർ കൊടുക്കില്ല. അവരെ മാറ്റി നിർത്തുകയാണ്. നമ്മുടെ പ്രകടനത്തിന് വരുന്നവരുള്ള ആൾക്കാർ. വീട്ടുകാരും ഒരു ക്ലസ്റ്ററായിട്ട് അടുത്തടുത്താണ് അതെ, താമസിക്കുന്നത്. ഒരു 5 ശുചിമുറി പണിതാൽ തൽക്കാലം ജീവിക്കാൻ പറ്റും. അല്ല, ഒരു വീടായിട്ട് പണ്ട് കൊടുത്തതാണ്. അത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കഴിയുകയാണ്. ഞാൻ ചോദിക്കുന്ന ഇവർക്കെല്ലാം അത്യാവശ്യം ഈ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഒരു 5 ശുചിമുറി പണിഞ്ഞാൽ നടക്കുമോ? കോമൺ ആയിട്ടല്ല സാർ അവർ കഴിയുന്നത്. അവരൊരു വീടാണ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ ഓരോ ഈ വീടായിട്ടാണ്. വീടെല്ലാം അടുത്തടുത്തല്ലേ? അടുത്ത ഒരു 4 സെന്റ് വീതം വീടുകളാണ്. നടക്കുന്നുണ്ട്. അവരിപ്പോ എവിടെയാ പോകുന്നത്? അവരുടെ വീട്ടിൽ തന്നെയാണ്. അതൊന്നും ഒരു അടച്ചുറപ്പോ ഒന്നും ഇല്ലാതെ പ്ലാസ്റ്റിക് മറച്ചൊക്കെയാണ് അവർ കഴിയുന്നത്. അവർക്കൊരു വീടാണ് ആവശ്യം. എത്രയാണ് ഈ പ്രധാനമന്ത്രി പറഞ്ഞപ്പോ അതിന്റെ പരിഹരിച്ച് അലോട്ട് ചെയ്ത കാശ് എത്രയാണ്? 4 ലക്ഷം രൂപയാണ് വീടിന് കൊടുക്കുന്നത്. അവര് പറയണ പണ്ടില്ല, പണ്ട് ഉണ്ടാകുന്ന സമയത്ത് ചെയ്തത്. 4 ലക്ഷം രൂപ ആവാസ് യോജനയ്ക്ക്. അതാണ് അവര് തരുന്നില്ല, ഒന്നും തരുന്നില്ല അവര്. ശുചിമുറിയുടെ പ്രശ്നമല്ലേ പറഞ്ഞത്? അല്ല, വീടും ഇല്ല, ഒന്നും അവര് ചെയ്യുന്നില്ല. ആ കോളനിയെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം വരും പറഞ്ഞു വരുമ്പോ. ഞാൻ അത്രയ്ക്കും വരെ അവർക്ക് ഞാൻ എത്ര ചോദിക്കുന്നുണ്ട്. ഈ 20 വീട്ടുകാർക്ക് പോകാൻ പാകത്തിൽ ഒരു 5 ശുചിമുറി ഞാൻ പണിത് തന്നാൽ നിങ്ങൾക്ക് തൽക്കാലം എന്താണ് എന്റെ മുഖശാന്തി എന്നല്ലേ പറയുന്നത്, അല്ലേ?